മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കാനുള്ള മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്താൻ സർക്കാർ ആലോചന. 1100 ചതുരശ്ര അടി വരെ വിസ്തീർണമുള്ള വീടുകളും 800 cc എഞ്ചിൻ ശേഷിയുള്ള വാഹനങ്ങളും മുൻഗണനാ റേഷൻ കാർഡ് ലഭിക്കാൻ തടസ്സമായേക്കില്ല. 2 നിബന്ധനകളിലും ഇളവ് വരുത്തുന്നത് സംബന്ധിച്ച റിപ്പോർട്ട് ധനകാര്യ വകുപ്പിന്റെ പരിഗണനയിൽ. ഉപഭോക്താക്കൾക്കുള്ള മറ്റ് ആനുകൂല്യങ്ങൾ കൂടി മുൻഗണനാ റേഷൻ കാർഡിന്റെ പരിധിയിൽ വരുന്നതിനാൽ ധനകാര്യ വകുപ്പിന്റെ വിശദമായ പരിശോധനയും അനുമതിയും ആവശ്യമാണ്. ശേഷം സർക്കാർ തലത്തിലായിരിക്കും അന്തിമ തീരുമാനം ഉണ്ടാവുക. നിലവിൽ 2018 സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ ചട്ടപ്രകാരം 1000 ചതുരശ്ര അടിയാണ് വീട് പരിധി. 4 അതിലധികമോ ചക്രങ്ങളുള്ള വാഹനങ്ങൾ ഉള്ളവരും പരിധിക്ക് പുറത്താണ്. നിലവിലെ സാമൂഹിക സാഹചര്യത്തിൽ 4 ചക്ര വാഹനം ആഡംബരമല്ലെന്ന നിരീക്ഷണത്തിലാണ് 800 cc എഞ്ചിൻ ശേഷിയുള്ള കാറുകൾക്ക് ഇളവ് നൽകാൻ ആലോചിക്കുന്നത്. ഭിന്നശേഷിക്കാരായ അംഗങ്ങളുടെ യാത്രയ്ക്കായി കാർ അടക്കം ഉപയോഗിക്കുന്ന കുടുംബങ്ങളുമുണ്ട്. 1 ഏക്കറിലധികം ഭൂമി കൈവശമുള്ളവർക്ക് ഭൂമിയുടെ തരമനുസരിച്ചും പരിഗണന ലഭിക്കും. മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തണമെന്ന വ്യാപക ആവശ്യം ഉയർന്നതിന്റെ അടിസ്ഥാനത്തിൽ ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് സിവിൽ സപ്ലൈസ് കമ്മീഷണറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. ഈ റിപ്പോർട്ടാണ് ധനവകുപ്പിന്റെ പരിഗണനയിലുള്ളത്. സംസ്ഥാനത്ത് ആകെ അനുവദിക്കപ്പെട്ട BPL കാർഡുകളിൽ 5,94,209 എണ്ണം അന്ത്യോദയ അന്നയോജനയും 37,73,184 എണ്ണം മുൻഗണനാ വിഭാഗത്തിലുള്ളതുമാണ്. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി പുതിയതായി 73,024 മുൻഗണനാ കാർഡുകൾ കൂടി അനുവദിച്ചിട്ടുണ്ട്. ഇവർക്ക് അടുത്ത മാസം മുതൽ സൗജന്യ റേഷൻ നൽകി തുടങ്ങും. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.